ബന്ധുക്കളായിട്ട് ഇവിടെ ആരുമില്ലേ? ഞാനിവിടെ വന്നിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഹരിയേട്ടന് ബന്ധുക്കളൊക്കെ എവിടെയാണെന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഹരിയേട്ടൻ എന്താ പറ്റിയ സാറേ? എന്താ സാറേ, നല്ല വണ്ടി ഇടിച്ചോ? एकटू पक्का रास्ता दिए चलो तो। साहब रास्ता ऐसे ही साहब. അത് ആശുപത്രിയിലേക്ക് സമാജത്തിന്റെ ആളുകള്. ഫോളോ করছে কি? That same car is following us. എന്താ സാറേ, എന്താ പറ്റി? ഫോളോ ചെയ്യുന്നുണ്ടോ? ये तो অনেকক্ষণ ধরে পিছা করছে সাহেব. সামনে সামনে মেট্রো স্টেশন কাছে রাখো. ঠিক আছে. ഹലോ അങ്കിൾ, ഞാൻ ദേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്തൊരു ലിഫ്റ്റിലാണ്. അങ്കിൾ ഇപ്പോൾ എവിടെയുണ്ട്? ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ശരി, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ആ, അങ്ങനെ എന്ന് വെച്ചാൽ അതിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഇത് കൈരളി സമാജ സെക്രട്ടറിയുടെ വൈഫാ ലീല. എന്താ മോളുടെ പേര്? കൃഷ്ണപ്രിയ. നാട്ടിലെവിടെയാ? പട്ടാമ്പിക്കടുത്ത. ഏട്ടൻ എവിടെ കിടക്കുന്നത്? स्ट्रक्चर जा रहा हो, आगे बॉडी आइडेंटिफाई ठीक है. एक नहीं ऐसी. കാഷ്വാലിറ്റിയിലേക്ക് വല്ല കൊണ്ടുപോകണോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇച്ചിരി വെള്ളമെടുത്ത് മുഖത്ത് കളിച്ച്. ആരാ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബോധം കെടാത്തത്? ഏത് ഭാഗത്താ ഇവര് താമസിക്കുന്നത്? സോൾട്ട് ലേക്കിനടുത്താ. അങ്ങനെ താമസം എന്ന് പറയാൻ പറ്റൊന്നുമില്ല. അതൊരു കുടിസ് ലോഡ്ജാ, ഒരു ലോ ക്ലാസ് വൺ ഡേ ഹോം മാതിരി. ആ ഭാഗത്ത് ആരാ ദിവാകര ഇവരെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടിക്ക് ഇവിടെ ബന്ധുക്കളായിട്ടോ പരിചയക്കാരായിട്ടോ ആരുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അയാൾക്ക് ഇവിടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടായിരുന്നെങ്കിൽ TV-യിലെ ന്യൂസ് ഉണ്ട് ഇതിനും വരണ്ടല്ലേ? മോളെ കൃഷ്ണേ, ഇങ്ങിതാ മോളെ, ഈ വെള്ളം കുടിച്ചോ. നാട്ടിൽ അറിയിക്കണ്ടേ? നാട്ടിലറിയിക്കാനായി അങ്ങനെ അവിടെ ആരുമില്ല. ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്തിരുന്നേ? സിഗരറ്റ് കമ്പനിയിൽ ഫോർമാൻ ആണെന്നാ പറഞ്ഞത്. എവിടെയാ? ITC-യിലാണോ? ITC-യിലാണെങ്കിൽ നമ്മുടെ വേണുവിനെ അറിയാതിരിക്കില്ല. അവനല്ലേ അവരുടെ ക്ലബിന്റെ സെക്രട്ടറി. ഞാൻ വേണുവിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഹലോ വേണുട്ടാ, അജിയാണേ. ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാ. ഞാൻ ഇപ്പോൾ വിളിച്ചേ,
ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാ. അവിടെ ഹരികുമാർ എന്ന പേരിലൊരു മലയാളി വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു ആക്സിഡന്റ് കേസാ. മലയാളിയാണെങ്കിൽ ഞാൻ അറിയാതിരിക്കുവാ ചെയ്യും. ഇവിടെ ആകെ 2 ഹരിമാരാ ഉള്ളത്. ഒരു ഹരിഹരൻ നായരും ഒരു ഹരികൃഷ്ണനും. രണ്ടുപേരെ ഞാൻ കാലത്ത് കണ്ടതാ. ഓ, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടാ. ശരി, താങ്ക് യു. ഓക്കെ. എന്താ ജി? ഈ പറഞ്ഞ പേരിൽ അങ്ങനെ ഒരാളവിടെ ഇല്ല. ഞാൻ ആലോചിച്ചു. ശരിയാ, ഈ കൊച്ചിനെ ആരോ ചീറ്റ് ചെയ്തതാ. বডি পেতে গেলে আগে পোস্টমর্টম করতে হবে। আচ্ছা, তারপর যে বডি নেবে হ্যাঁ। তাকে একটা প্রুফ নিয়ে আসতে হবে। ম্যারেজ সার্টিফিকেট হলে চলবে? চলবে, কিন্তু যদি নক্সালাইট টেররিস্ট হয় তবে? বুঝেছি। എടാ, ഉം. മീട്ടൊക്കെ ജിഗേഷ് കുറച്ച് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മർഡർ കേസ് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബോഡി വിട്ടുതരും. ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. അതെ, അപ്പോഴേക്കും കുട്ടിക്കൊരു തീരുമാനത്തിലെത്താലോ. എനിക്കിവിടെ ആരുമില്ല സാറേ. എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ആ, അത് പറഞ്ഞപ്പോഴാ ബോഡി വിട്ട് കിട്ടാൻ വേണ്ടി മാരേജ് സർട്ടിഫിക്കറ്റ് കാട്ടേണ്ടി വരും. റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? അതെന്താ ചേച്ചി? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ തെളിവായി രജിസ്റ്റർ ഓഫീസിന്നോ കരയോത്തിന്നോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. കല്യാണം കഴിഞ്ഞ അന്ന് എനിക്ക് പോരായിരുന്നു. ഒക്കെ പിന്നെ വന്ന് വാങ്ങിക്കാന്നും പറഞ്ഞു. കേട്ടിടത്തോളം നമ്മൾ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മരിച്ചവൻ നക്സലാണോ ടെററിസ്റ്റ് ആണോ ആരാണെന്ന് പോലും ആ കുട്ടിക്ക് അറിയാത്ത സ്ഥിതിക്ക് ബോഡി റിസീവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇങ്ങനൊരവസ്ഥയിൽ ഈ കുട്ടിയെ പറഞ്ഞ് എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നേ? അതിനൊക്കെ വഴിയുണ്ട്. বডি পেতে দেরি হবে, ততক্ষণে আপনারা থানায় গিয়ে কাগজপত্রে সই করুন। ঠিক আছে, এক മിനിറ്റ്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ അയാൾ പറയണേ. നമ്മുടെ ആവശ്യത്തിനുള്ള പേപ്പറുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് ബോഡി ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പോലീസ് സ്റ്റേഷനും അഫിഡവിറ്റൊക്കെ ആയി ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ നാട്ടിലെ പോലെ ദഹിപ്പിക്കലും ചടങ്ങുകളൊന്നും ഇവിടെ ഇല്ല. ഇലക്ട്രിക് ക്രിമേഷനാ, അതിന് കുറച്ച് പണച്ചെലവൊക്കെ ഉള്ളതാ. എന്തായാലും ഒന്ന് കാണാൻ പറ്റിയില്ലോ. എന്താ വേണ്ടേന്ന് കുട്ടിയാ തീരുമാനിക്കണ്ടേ. അതുമാതിരി ചെയ്യാം. എനിക്കൊന്നും അറിയില്ല സാറേ. എനിക്ക് ആരുമില്ല. ബോഡി ഏറ്റെടുത്താൽ പിന്നെ അതിന്റെ പിന്നിലുള്ള എല്ലാ കൊനസ്റ്റുകൾക്കും നമ്മൾ സ്റ്റേഷനിൽ കയറി അതാ ഇറങ്ങി. ഞാൻ പറഞ്ഞത്, നമ്മളിത് ഏറ്റെടുത്തില്ലെങ്കിൽ അവര് കുറച്ച് ദിവസം അവിടെ വെച്ചോണ്ടിരിക്കും. പിന്നെ ആരെയും കണ്ടില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും. അല്ലേ റോസമ്മേ? അതെ, ഇനിയിപ്പോ നാളെ അവകാശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിക്കൂ കുട്ടി. ഞാനെന്നാ വാർഡിലേക്ക് പോട്ടെ. എന്തെങ്കിലും ആവശ്യമായിട്ട് വിളിച്ചാൽ മതി. ഓ, നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ ഈ പോലീസുകാരന് എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് വന്നേക്കാം. തൽക്കാലം ഈ കുട്ടി നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ, തനിച്ചാക്കണ്ട. വന്നിടും. പണ്ടാറടങ്ങാൻ. ചേടാ, ഒന്ന് ഉന്തിക്കിട്ടാൻ ഒരു ഈച്ചയെ പോലും കാണുന്നില്ലല്ലോ. ഏയ് ദാദാ, एकटू टेले दिन ना. ദൈവാധീനം. എനിക്കൊരു ലിഫ്റ്റ് തരാമോ? ആഹാ, മലയാളിയാണോ? പിന്നെന്താ, കയറിക്കോളൂ. എവിടെയാ? ബഹാല ഭാഗത്തേക്കാ? ഞാൻ അവിടം വരെ ഉള്ളൂ. നേരെ ഇരുട്ടിയാ പിന്നെ ഞാൻ ഈ വഴിക്ക് വരാറില്ല. എപ്പ വന്നാലും എന്തെങ്കിലും ഒരു തട്ടുകേട് ഉറപ്പാ. ഏത് വഴിക്കാ പോകേണ്ടത്? നിങ്ങളുടെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കാ? നിങ്ങളുടെ വീട്ടിലല്ലേ എന്റെ ഭാര്യ ഉള്ളത്?
ഒച്ചകട്ടെ നീ കുറച്ച് വെള്ളം നിർത്തേ. ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ പെൺകുച്ചിന്റെ ഭർത്താവ് മോർച്ചറി കിടക്കണ മാതിരി. എന്റെ അമ്മോ, ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ അതും ഇത് ആലോചിച്ച് കിടന്നിട്ടാ. എന്താ അത്? പാവം ഒച്ചകെട്ട് അതോടെ പേടിച്ചോളന്ന് കാണും. മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട് ഓരോരോ എന്നതാടി ലീലാമേ, എന്ത് പറ്റി? നീ പോയി അടുത്ത വീട്ടിൽ അന്നിനോട് കാർ വെക്കാൻ പറ. സ്വപ്നം കണ്ട അങ്ങള് ഞെട്ടി ഉണർന്നില്ലായിരുന്നെങ്കില് സംഗതി ഇപ്പൊ ക്ലോസ്. മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തത്. പക്ഷെ അവളെ എന്നെ തോപ്പിച്ചു. ഏയ്, വെറുതെ കരഞ്ഞ് BP ഷൂട്ട് ചെയ്യിക്കല്ലേ. കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അങ്കിളും ഞങ്ങളും ഒക്കെ എല്ലാവരും കുടുങ്ങില്ലേ? അങ്ങനെ എന്താ ഓർക്കാഞ്ഞേ? ഞാൻ ജീവിച്ചിരുന്നാലല്ലേ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്. എന്തിനിങ്ങനെ ആർക്കും വേണ്ടാതെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് കിടന്ന് നരയിക്കാനായിട്ട്. ദൈവദോഷം പറയല്ലേ. ഈശ്വരൻ നമുക്ക് ഈ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നിരിക്കുന്ന എന്തിനാ? വെറുതെ നശിപ്പിച്ചു കളയാനാ? ദാ ഇത് കണ്ടില്ലേ, എന്ത് ഹാപ്പി ആയിരുന്നു ഇന്നലെ കൃഷ്ണ. എത്ര നന്നായി പാടുന്നു. ഈ കഴിവുകളൊക്കെ ഈശ്വരൻ എല്ലാവർക്കും തന്നിട്ടില്ലല്ലോ. അതെന്താ ഓർക്കാത്തെ? ഏതെങ്കിലും ഒരു ജോലി ചെയ്യടി കൊച്ചേ. ഇതിപ്പോ രണ്ടും അവതാളത്തിലാ. ഇങ്ങനെയാണോടി സാധകം ചെയ്യുന്നേ? ദേ ആന്റി അമ്മച്ചി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കാലത്തൊരു കട്ടങ്കാപ്പിയുടെ ബലത്തിൽ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഏത് പണി ഇപ്പൊ അവതാളത്തിലായത്? ദേ അങ്കിളിനെ കണ്ടില്ലേ, നല്ല സ്മാർട്ടായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എത്ര തുടച്ചാലും ഉള്ളതുപോലല്ലേ ഇരിക്കൂ. എടി എടി, നിന്റെ വാചോടി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഇതിലെന്താ ഇപ്പൊ കുഴപ്പം? പിന്നെ ഞാൻ അതിന് കേസ് ഇത്രയൊന്നും അല്ലല്ലോ. സിനിമാ പാട്ട് മുഴുവൻ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിക്കോ? എന്നാലും തോറ്റു തരാൻ മേല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞ് നീ എവിടെ കയറി പോവാ? വല്ല വീട്ടിലും ചെന്ന് കയറേണ്ടതാ.